എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എല്ലാവർക്കും എൻ്റെ റോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഓണം എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടി ഓണമാണ്. ഭയങ്കര വലിയ ഓണമല്ല. അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പാചകങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയുള്ള ഓണമാണ് തിരുവോണം. ഓണത്തിന് ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടാലോ? തലേദിവസം രാത്രി തന്നെ പച്ചക്കറി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. സാമ്പാറിനുള്ള കൂട്ടും അവിയലിനുള്ള കൂട്ടുമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പാണിത്. ഇത് തോരന് വേണ്ടിയിട്ടുള്ള ബീൻസ്. ഇത് ക്യാബേജ്, തോരന് വേണ്ടിയിട്ടുള്ള ക്യാബേജ്. ഇത് ഞാൻ മത്തങ്ങ എരിശ്ശേരി വെക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ രാത്രി തന്നെ സാമ്പാർ ആദ്യമേ കറി വെച്ചു. രാത്രി എന്ന് പറഞ്ഞാൽ 10 മണി ആ ഒരു ടൈമിനാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് രാവിലെ ചൂടാക്കി കഴിക്കാമല്ലോ. എല്ലാം കൂടി ഒറ്റൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് മൊത്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ സാമ്പാർ കുറച്ച് കറികൾ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഇച്ചിരി കറികൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാ കറിയും ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തലേദിവസം രാത്രിയാണ് ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആദ്യമേ സാമ്പാർ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞു. സാമ്പാർ ഏകദേശം റെഡിയായി, തിളയെല്ലാം വന്നു കഴിഞ്ഞു. ഇത് പരിപ്പാണ്. പരിപ്പിന് ഞാൻ ഇട്ടേക്കുന്ന കൂട്ടാണ് ഇതെല്ലാം. ഇത് അവിയൽ. അങ്ങനെ പരിപ്പിനുള്ളത് കുക്കറിലായതുകൊണ്ട് ജസ്റ്റ് ചീറ്റിച്ചാൽ മാത്രം മതി. പുറത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സോ അത് റെഡിയായി. അതേപോലെ അവിയലും റെഡിയായി. ഇതേ തിളപ്പിക്കാനായിട്ട് ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ അവിയലും റെഡിയായി. അങ്ങനെ പരിപ്പ് തിളച്ചു. പരിപ്പിൻ്റേതെല്ലാം റെഡിയായി. എല്ലാം കൂടി കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഒന്നാം തരം മണം വരും കേട്ടോ. പിന്നെ തോരനും തലേദിവസം തന്നെ വെച്ച്. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പൂക്കളും ഇട്ടു. അത്തക്കളമൊക്കെ ഇട്ട് അടിപൊളിയാക്കി. കുറച്ച് പൂവ് അത്യാവശ്യം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത്തക്കളം ഇട്ടു. റോസാപ്പൂവ് ഒക്കെയാണത്, വാടാമല്ലി റോസാപ്പൂവൊക്കെ. ഡാഡി ഹാപ്പി ഓണം പറ എല്ലാവരോടും. എല്ലാ മലയാളികൾക്കും ഇന്നത്തെ തിരുവോണ ദിനമായ ഹാപ്പി ഓണം ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ പായസം, മോര്, ഇത് പരിപ്പ് കറി, ഇത് സാമ്പാർ. ഇത് ഞാൻ ഉണ്ടാക്കിയത് മത്തങ്ങ എരിശ്ശേരിയാണ്, പയർ വെച്ചിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി. ഇത് ക്യാബേജ് തോരൻ, ഇത് ബീൻസ് തോരൻ, അവിയൽ, പപ്പടം. വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ ഡാഡി. അപ്പോൾ ഡാഡിയുടെ ഇത് ഇല, ഇത് വില, ഇത് എൻ്റെ ഇല. ഇതാണ് ഞങ്ങളുടെ കുട്ടി ഓണം. അപ്പം ഞാൻ എന്നെ കഴിയുന്ന വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ മോരുണ്ടാക്കിയത് ഡാഡിയാട്ടോ. മോരുണ്ടാക്കിയ ഡാഡിയാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ വലിയ പാടില്ലല്ലോ പപ്പടം. ബാക്കി ഈ അവിയൽ, തോരൻ, മത്തങ്ങ എരിശ്ശേരി, ക്യാബേജ് തോരൻ, ഇത് സാമ്പാറും പരിപ്പ് കറി, പായസം വെച്ചത് ഞാനാണ്. ഈ മോര് പക്ഷേ ഡാഡിയുടെയാണ്. ഉഗ്രം മോരാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒന്നാന്തരം മോരാണ്. സാമ്പാർ ഒഴിച്ച് വെച്ചേക്കാണ്. എന്നാലും നമ്മൾ തുടങ്ങുമ്പോൾ പരിപ്പ് കറിയിൽ തുടങ്ങണം. സോ നമുക്ക് പരിപ്പ് കറി കഴിക്കാം. അങ്ങനെയാണല്ലോ പറയാറ് എല്ലാവരും. ആദ്യമേ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ആദ്യം തന്നെ ഈ സദ്യ പോലെയാണ്, ഓണത്തിൻ്റെ സദ്യ പോലെയാണ് കല്യാണത്തിന്. അപ്പോൾ നമ്മൾ ആദ്യമേ പരിപ്പ് കറി ഒഴിച്ച് വേണം. ആദ്യമേ കുറച്ച് പരിപ്പ് ഒഴിച്ച് അത് കൂട്ടി കഴിക്കാം. ചൂടുണ്ട്. അടിപൊളി പരിപ്പാണ്.
നല്ല കുറുകിയ പരിപ്പാണ്. പരിപ്പ് ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നെയ്യ് ഒഴിച്ച പരിപ്പ് കറിയാണ്. നെയ്യ് ഒഴിച്ചിട്ടുള്ള പരിപ്പ് കറിയാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം. എങ്ങനെയുണ്ട് ഡാഡി? എങ്ങനെയുണ്ട് ഡാഡി? ഉള്ളോ? ടേസ്റ്റ് ഉണ്ടോ? എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഓണസദ്യ. മത്തങ്ങ എരിശ്ശേരി. ആ മത്തങ്ങ എരിശ്ശേരി ഒന്ന് കൂട്ടി നോക്കിയ. മത്തങ്ങ എരിശ്ശേരിയുടെ ടേസ്റ്റ് സൂപ്പർ. ഒന്നും പറയണ്ട. ക്യാബേജ് തോരൻ കൊള്ളാം. ക്യാബേജ് തോരനും മത്തങ്ങ എരിശ്ശേരിയും സാമ്പാറും കൂടി കൂട്ടിയാൽ അടിപൊളി. നമുക്ക് അവിയലെടുക്കാം. അവിയലിട്ടിട്ട് കുറച്ച് സാമ്പാറിട്ട് നോക്കാം. കുറച്ച് ബീൻസിൻ്റെ തോരൻ, ബീൻസ് തോരൻ കൂടിയിട്ട്. പപ്പടം ഞാൻ പൊതുവെ കഴിക്കാറില്ല, പക്ഷെ പായസത്തിൻ്റെ കൂടെ ഞാനിട്ട് ഇളക്കി കഴിക്കാനാണ് എനിക്ക് പപ്പടം ഇഷ്ടം. എന്നാലും ഈ കൂട്ടത്തിൽ പപ്പടമൊക്കെ ഇട്ടൊന്ന് കുഴച്ച് കഴിക്കുക. എല്ലാ കറികളും ചേർത്ത് കുറച്ച് മത്തങ്ങ എരിശ്ശേരിയും ചേർത്ത് കുറച്ച് ക്യാബേജും കൂടി ഇടാം. പിന്നെ ഒരു സാധനം നമ്മൾ വിട്ടുപോയി, മോരും കൂടി നമ്മൾ കുറച്ച് ഒഴിക്കാം. സ്വല്പം ഒഴിക്കാം. അച്ചാറും ഉണ്ട് ഇവിടെ, മാങ്ങ അച്ചാറാണ്. എന്നിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ മക്കളെ, സൂപ്പർ. ഞാൻ പൊതുവെ കഴിഞ്ഞ വർഷം വരികയും ഓണത്തിന് പുറത്തുനിന്ന് വാങ്ങിയേ കഴിക്കാറുള്ളൂ. ഈ വർഷം ആദ്യമായിട്ടാണ് വെക്കാന്ന് വിചാരിച്ച് വെച്ച് നോക്കിയത്. പക്ഷെ അടിപൊളി കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ. മുഞ്ഞാക്കോല്
ഡാഡി അവസാനമാണല്ലോ പരിപ്പറി ഒഴിച്ച് കഴിക്കുന്നത്. പക്ഷെ പരിപ്പറിയും കൊള്ളാം. പപ്പടം കിട്ടും. പായസം കഴിക്കുന്നില്ലല്ലേ? ഗുളി കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ല അല്ലേ? പരിപ്പ് എങ്ങനെയുണ്ട്? പരിപ്പ് കൊള്ളാം. ഇത് പക്ക ഒരു സദ്യയുടെ പരിപ്പായത്. സദ്യയുടെ പരിപ്പ് അറിയത്. നമ്മൾ സാധാ പരിപ്പറിക്ക് വലിയ ഇതല്ല എടുക്കുന്നത്, ചെറിയ ചെറിയ പരിപ്പാ ഇത്. അതെല്ലാം കൂടി ഇട്. മോരിടുന്നുണ്ടോ? മോരില്ല. ഇത് അവിയലൊന്നും കൂട്ടിയിരുന്നില്ല. അവിയലും തോരനും നമ്മൾ ചോറ് എടുത്തത് കുറച്ച് കൂടിപ്പോയല്ലേ? ഇത്രയും ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. പയ്യനെ മെതുവായി കഴിച്ചാൽ മതി. നമ്മൾ വീട് കഴിയില്ല അല്ലേ? ശരിക്കും ഇതല്ലേ ഓണത്തിൻ്റെ കറികൾ? വയറ് നിറഞ്ഞു. മാറ്റി വെച്ചാലോ? മാറ്റി വെക്കാനല്ലേ? പൊട്ടാറായി. വയറ് നിറഞ്ഞേ പൊട്ടാറായി. ഇനി പായസം കൂടി വെക്കണം. പായസം അങ്ങനെ ഞാൻ ഭക്ഷണം മൊത്തം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പായസം ടേസ്റ്റ് ചെയ്യാം. പായസം ഉണ്ടാക്കിയതും പാലടയാട്ടോ. ശരിക്കും പറഞ്ഞാൽ പാലടയാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് അടപ്രഥമനും സേമിയയും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പായസം ഏതാണെന്ന് ചോദിച്ചാൽ പാലടയാണ്. ഫേവറേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ്. ഡാഡിക്കാണെങ്കിൽ പായസം അധികം കഴിക്കാൻ പറ്റൂല. കാരണം ഡാഡിക്ക്
ഷുഗർ ഉള്ളതുകൊണ്ട് കുറച്ചേ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ഹെവി ഷുഗറാണ്, ഹൈ ഷുഗറാണ്. അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല. കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് പായസം കൂടി കഴിക്കാം. പായസവും പായസത്തിൽ പപ്പടം ഇട്ടും ചിലർ പഴം കുഴയ്ക്കും. എനിക്ക് പഴം കുഴച്ചത് കുഴപ്പമില്ല, പക്ഷെ എനിക്കിഷ്ടമല്ല. സോ ഞാൻ പപ്പടം കുഴച്ചുകൊണ്ട് കഴിക്കാം. സൂപ്പർ. കുറച്ചും കൂടി പപ്പടം ഇടാം. കുഴച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇടാം. മൊത്തം പപ്പടം ഇട്ട് നമുക്ക് കഴിക്കാം. നല്ല ഒന്നാം തരം സദ്യ, സൂപ്പർ സദ്യ. പായസം ഒന്നും പറയണ്ട, സൂപ്പർ പായസം കേട്ടോ. പാല ഇടൂ. ഇടു പായസം. പായസം കഴിയുമ്പോൾ പപ്പടം കുഴച്ച് കഴിക്കണേ, അതാണ് ടേസ്റ്റ്. സൂപ്പർ. നമുക്ക് ഇതാണ് അവസാനം കഴിക്കേണ്ട സാധനം. തുടക്കവും അവസാനം കഴിക്കുന്നതാണ് ചിപ്സ്. ഇത് പഴുത്ത ചിപ്സാട്ടോ. പച്ച ചിപ്സാണ് എല്ലാവരും വാങ്ങുന്നത്, പക്ഷെ എനിക്ക് ഈ പഴുത്ത ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് മധുരം ഭയങ്കര കൂളാണ്. പക്ഷെ ഞാൻ പഴുത്ത ചിപ്സ് വാങ്ങാം. ഇത്രയും ചിപ്സ് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാല. അപ്പം സദ്യ സൂപ്പർ. എല്ലാം കഴിച്ചു തീർത്ത്. അങ്ങനെ എൻ്റെ എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. എന്നൊക്കെ മടക്കി വെക്കാം. ഡാഡി നന്നായി പായസം എടുത്തല്ലോ. അപ്പൊ ഇനി മരുന്ന് കഴിക്കണോ അല്ലേ? അത് രാവിലെ കഴിച്ചാ പപ്പടം ഇടാൻ പാടില്ല. പപ്പടം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം ഇട്ടാം. ഇത് ഇത്രയും ഇനിയും കറികളുണ്ട്. അത് നമുക്ക് നാളെ 3-ാം ഓണം അല്ലേ? നാളെ 3-ാം ഓണം അല്ലേ? 2-ാം ഓണം. ഇത് 1-ാം ഓണമായിരുന്നു. ഇന്ന് 2-ാം ഓണമല്ലേ? ഉത്രാടം 1-ാം ഓണാണോ? ഓക്കെ. അപ്പൊ നാളെ 3-ാം. നാളത്തെ ഓണത്തിന്റെ പേരെന്താ? ചതയം. തിരുവോണം കഴിഞ്ഞാൽ ചതയാണ്. നാളെ ഓണമല്ലേ? നാളെ. അപ്പൊ നാളെയും നമുക്ക് ഓണം. ഇലയൊക്കെ റെഡിയാണ് ഇവിടെ. എല്ലാം റെഡിയാ. നാളത്തെ ഇലയൊക്കെ റെഡിയാ. കറിയൊക്കെ ഇന്നുണ്ടാക്കിയത് കൊണ്ട് ഇത് തന്നെ നാളെ എടുക്കും അല്ലേ?
ചൂടാക്കും, ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് പറയണേ. ഹാപ്പി ഓണം. ഓക്കെ. അപ്പം എല്ലാവരും സദ്യ കഴിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും എല്ലാവരും ഓണം ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓണം ആഘോഷിക്കാൻ പറ്റാത്ത പുറത്തുള്ള നമ്മുടെ ഗൾഫ് കൺട്രിയിൽ ജോലിയെടുക്കുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുറത്ത് ജോലിയെടുക്കുന്ന കുട്ടികൾക്കും അങ്കിൾമാർക്കും എല്ലാ ആൾക്കാർക്കും, അതായത് ആൻറ്റിമാർക്കായാലും ചേച്ചിമാർക്കും പിള്ളേർക്കും ഒക്കെ ഹാപ്പി ഓണം. എല്ലാവരും സദ്യ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഒരിക്കൽ കൂടി 2026 ഹാപ്പി ഓണം. എൻ്റെ പട്ടിയുടെ ഓണമാണിത്. എൻ്റെ പട്ടിക്കുട്ടികളുടെ ഓണം ഭക്ഷണമാണിത്. എല്ലാം കൂടി കുഴച്ചിട്ടാട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇത് സ്നോയിയുടെ, ഇത് സാറയുടെ. സ്നോയിൻ്റെ ആദ്യം കൊടുക്കാം. അപ്പം ഇവൻ മൂത്തതായതുകൊണ്ട് ഇവൻ ആദ്യം കഴിച്ചിട്ട്. ഇത് സാറയുടെ. സാറയ്ക്ക് പരിചയമില്ല ഒന്നിനോട്. പക്ഷെ സ്നോയി കഴിയുന്ന നോക്കിയേ. സ്നോയി സ്പീഡ് അടിച്ച് കഴിക്കുക. അവൻ വേഗം തീർന്നു. സാറ ഒന്നും തൊട്ട പോലും ഇല്ല കേട്ടോ. ശരി, കഴിക്കും. സൂപ്പർ സാധനമാണ്. നല്ല മോരൊഴിച്ച് അടിപൊളി ഇതാ അവിയലിട്ടിട്ട്. അവിടെ സ്നോയി കഴിക്കുന്നുണ്ടോ? സാറയ്ക്ക് താല്പര്യം ഇല്ലടാ. സാറ കഴിച്ചില്ല, പക്ഷെ സ്നോയി വടിച്ച് കഴിച്ച്. മൂക്കിലൊക്കെ പറ്റിയിരിക്കും സ്നോയിന്റെ. What are you doing? അങ്ങനെ സ്നോയി ഫിനിഷ് ചെയ്തു. സൂപ്പർ സ്നോയി, സൂപ്പറാ സ്നോയി, സൂപ്പറാ. സാറയാണ് ഒന്നും കഴിക്കാത്തത്. അടാ സ്നോയിനെ കണ്ടുപിടിക്കും. അല്ല സ്നോയി, സൂപ്പറാ സ്നോയി, സൂപ്പറാ, സൂപ്പർ സൂപ്പർ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം സാറാ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം സ്നോയി, ഹാപ്പി ഓണം. ഇപ്പൊ രണ്ടുപേർക്ക് ഹാപ്പി ഓണം. 2026 ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ കുടുംബത്തിൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും ഈ ചെറിയ കുടുംബത്തിൻ്റെ ഓണം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ലവ് യു സോ മച്ച്. ബൈ.